നമസ്കാരം. വാർത്തകളിലേക്ക്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ഈ വർഷം പ്രവേശനം സാധിക്കില്ലെന്ന് കേരളം കേന്ദ്രത്തെ അറിയിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനാവാത്തതിനാലാണ് ഇത്. രഞ്ജിത്ത് തമ്പാനെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാനും തീരുമാനമായി. വിവരങ്ങളുമായി MR സജേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സജേഷ്, മന്ത്രിസഭാ യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? മനു, അടിസ്ഥാന സൗകര്യങ്ങൾ പെട്ടെന്ന് ഒരുക്കാൻ സാധിക്കില്ല. വിദ്യാർത്ഥികളുടെ ഭാവി തെളിക്കുന്ന തരത്തിലുള്ളൊരു പ്രവേശന നടപടിക്കില്ല എന്ന കാര്യം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജൂലൈയിൽ തന്നെ പൂർണ്ണ സൗകര്യങ്ങളോടുകൂടി ജൂലൈയിൽ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് നേരത്തെ മുൻ ആരോഗ്യമന്ത്രി MCI അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ ഇടപെടലുകളുമില്ല. നേരത്തെ തന്നെ അത് വിമർശനം ഉയർന്നിരുന്നു. ജനറൽ ആശുപത്രിയും തൈക്കാട് അമ്മമാരുടെ ആശുപത്രിയും കൂട്ടിച്ചേർത്തുകൊണ്ടൊരു മെഡിക്കൽ കോളേജ് എന്നതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. 100 വിദ്യാർത്ഥികൾ കൂടുതൽ പ്രവേശനം ലഭിക്കുമെന്നതായിരുന്നു അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ ഒരു തരത്തിലുള്ള സൗകര്യവും ഇല്ലാതെയാണ് ജനറൽ ആശുപത്രിയിൽ ഇത്തരം ഒരു നീക്കം സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയത്. ജൂലൈയിൽ തന്നെ പ്രവേശന നടപടിക്ക് പൂർണ്ണ സൗകര്യം ഒരുക്കുകയും വേണം. അക്കാര്യം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കുകയും വേണം. ഇതിൽ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കാനില്ല എന്ന നിലപാടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവരിക്കുന്ന ധവളപത്രം ഇറക്കുന്നതിനുള്ള അനുമതി ധനവകുപ്പിന് കൊടുക്കുന്നതിന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭാ അനുമതി വേണം. ആ അനുമതിയും ഇന്നത്തെ മന്ത്രിസഭാ യോഗം നൽകി. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി രഞ്ജിത്ത് തമ്പാനെ നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. മനു, ശരി. MR സജേഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ മന്ത്രിസഭാ യോഗത്തിന്റെ നൽകിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കാൻ തീരുമാനമായിരിക്കുന്ന വിവരങ്ങളാണ് സജേഷ് നൽകിയത്. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. മാനേജറുടെ നിലപാടിനെതിരെ നിയമപരമായ നടപടികൾ കൈക്കൊള്ളും. അതേസമയം സ്കൂൾ പ്രവേശനത്തിന് വാക്സിനേഷൻ നിർബന്ധമാക്കും. വിദ്യാഭ്യാസ വകുപ്പ് പ്രധാന അധ്യാപകർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. മനു, മലാപ്പറമ്പ് സ്കൂളുമായി ബന്ധപ്പെട്ട് മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനമെന്ന് മന്ത്രി C രവീന്ദ്രനാഥ് വ്യക്തമാക്കുന്നു. വിഷയം വളരെ സങ്കീർണമായ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഓർഡിനൻസ് ഇറക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ളവ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം അറിയിച്ച മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് 15 സ്കൂളുകൾ കൂടി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഒരു അവസ്ഥയിലാണ് ഈ 15 സ്കൂളുകൾ എന്നുള്ള കാര്യവും അദ്ദേഹം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടുത്ത ആഴ്ച ചേരാനിരിക്കുന്ന ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മറ്റൊന്ന് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനത്തിന് വാക്സിനേഷൻ നിർബന്ധമാക്കാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു കണക്കെടുക്കുവാൻ വേണ്ടി, വാക്സിനേഷൻ എടുക്കാത്ത കുട്ടികളുടെ കണക്കെടുക്കാൻ വേണ്ടി നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്കാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിശദമായ സർവേ നടത്തി ഒരു ഡാറ്റ തയ്യാറാക്കിയ ശേഷമാകും അടുത്ത വർഷം മുതൽ സ്കൂൾ പ്രവേശനം സാധ്യമാക്കുക. ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഫാക്ടിന്റെ ഓഹരി വിറ്റഴിക്കാൻ നീതി ആയോഗിന്റെ ശുപാർശ. സർക്കാരിന്റെ ഓഹരി 49% കുറയ്ക്കണമെന്നാണ് ശുപാർശ. എയർ ഇന്ത്യ ഉൾപ്പെടെ 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളും വിറ്റഴിക്കണം. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖല 76ങ്ങളിൽ 26 അടച്ചുപൂട്ടാനും ശുപാർശ നൽകി. വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഒരുപക്ഷെ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ശുപാർശയാണ് നീതി ആയോഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഫാക്ട് അടക്കം എയർ ഇന്ത്യ അടക്കമുള്ള 22 സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ നിന്ന് മാറ്റി അതിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരണം. സർക്കാരിൻ്റെ ഓഹരി 49% കുറയ്ക്കണം. ഫാക്ടിന് 1000 കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറയുമ്പോഴാണ് നീതി ആയോഗിന്റെ ഭാഗത്ത് നിന്ന് ഈ ശുപാർശ വന്നിരിക്കുന്നത്. മനു, ഈ കേന്ദ്ര സർക്കാർ, മോഡി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷമുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫാക്ട്, എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള 32 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ 10 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ബാക്കി വരുന്ന 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, ഫാക്ട് ഉൾപ്പെടെയുള്ള 22 സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ നടപടികൾ ആരംഭിക്കണമെന്ന ശുപാർശയാണ് ഇപ്പോൾ നീതി ആയോഗ് നൽകിയിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നീതി ആയോഗ് ഈ ശുപാർശ കൈമാറുകയും ചെയ്തു. ഈ സാമ്പത്തിക വർഷം ഓഹരി വിറ്റഴിക്കലിലൂടെ 56,500 കോടി രൂപ വരുമാനം ഉണ്ടാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തെ ബാധിക്കുന്നത് ഫാക്ടിന്റെ ഓഹരി വിറ്റഴിക്കാനുള്ള തീരുമാനമാണ്. ഫാക്ടിന്റെ സർക്കാർ വിഹിതം 49% വെട്ടിച്ചുരുക്കണം എന്നുള്ളതാണ് ഈ ശുപാർശയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ തന്നെ പ്രതിസന്ധി നേരിടുന്ന ഫാക്ടിന് കേന്ദ്ര സർക്കാർ പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ച് ഫാക്ടിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് നേരത്തെ കേന്ദ്ര രാസവള മന്ത്രി അനന്ത്കുമാർ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ചെയ്തിരുന്നു. ഫാക്ട് സന്ദർശിച്ച മന്ത്രി ഈ കാര്യങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫാക്ടിനെ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കി ഇതിൽ നിന്നാണ് ഫാക്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 26 മറ്റ് സ്ഥാപനങ്ങൾ, നഷ്ടത്തിലുള്ള 26 സ്ഥാപനങ്ങൾ വിൽക്കാൻ പൂർണ്ണമായും വിറ്റൊഴിവാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 14 ഹോട്ടലുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണം എന്നുള്ള ഒരു ശുപാർശയാണുള്ളത്. ഏതായാലും വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയേക്കാവുന്ന ഒരു തീരുമാനവുമായി അല്ലെങ്കിൽ ഒരു നീക്കവുമായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനു. എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നാദാപുരം തുണേരിയിൽ CPIM പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി അല്പസമയത്തിനകം വിധി പറയും. എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വിവരങ്ങളുമായി PV കുട്ടൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. കുട്ടൻ, കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കോടതിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്? മനു, കോടതി നടപടികൾ അല്പസമയം മുമ്പാണ് ആരംഭിച്ചു കഴിഞ്ഞത്. ഇതിൻ്റെ വിധി പ്രസ്താവം ഇപ്പോൾ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഉള്ളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറാട് പ്രത്യേക കോടതി ജഡ്ജി S കൃഷ്ണകുമാറാണ് ഈ കേസിൽ വിധി പ്രസ്താവം നടത്തുക. ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ള വിധി പ്രസ്താവമായിരിക്കും നടത്തുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ശിക്ഷാവിധി ഒന്നുകിൽ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകുള്ളൂ എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. 17 പ്രതികളാണ് ഈ കേസിനകത്തുള്ളത്. തെയ്യമ്പാടി ഇസ്മായിൽ, സഹോദരൻ മുനീർ, അതുപോലെ തന്നെ കാളിയാമ്പറമ്പത്ത് അസ്ലാം, വാരങ്കി താഴെക്കുനി സിദ്ദിഖ് ഉൾപ്പെടെ 17 പ്രതികളാണ് ഈ കേസിനകത്തുള്ളത്. ഇതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികളും 15-16 പ്രതികളുമാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി പ്രോസിക്യൂഷൻ വാദം. ബാക്കി പ്രതികൾ ഈ മറ്റു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചു എന്ന കുറ്റമാണ് ഇവർക്ക് മേൽ ചാർത്തിയിരിക്കുന്നത്. 17 പ്രതികൾ ഈ കേസിനകത്തുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹം കോടതി പരിസരത്തും അതുപോലെ തന്നെ നാദാപുരം മേഖലയിലും കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരി 22-ാം തീയതി രാത്രി 10:30 ഷിബിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. വർഗീയപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. മനു, ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും. മനു, തീർച്ചയായിട്ടും കൂട്ടൻ, നമുക്ക് അതിലേക്ക് തന്നെ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ നമുക്ക് ആ കേസിന്റെ നാൾ വഴികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2015 ജനുവരി 22 രാത്രിക്കാണ് ഈ കൊല നടക്കുന്നത്. അതിനുശേഷം ഈ കേസ് വരുന്നു. പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച രീതി, ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം ഹാജരാക്കി കേസ് ഫയൽ ചെയ്ത് ആ രീതി കൂടി പറയേണ്ടിയിരിക്കുന്നു. കുട്ടൻ. മനു, തീർച്ചയായും കഴിഞ്ഞ വർഷം ജനുവരി 22-ാം തീയതി രാത്രി 10:30 നാദാപുരം വെള്ളൂരിലെ തൂണേരിയിലെ വെള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ കൊലപാതകം നടക്കുന്നത്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്തൊരു കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. ഇവിടെ രാത്രി ചെറിയൊരു തർക്കത്തിൻ്റെ പേരിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ, ഏതാണ്ട് 17ഓളം വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ, DYFIയുടെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനം CPIMൻ്റെ പ്രവർത്തനമായ ഷിബിൻ എന്ന് പറയുന്ന 19 വയസ്സുകാരനെ മഴ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു. ഈ കൊലപാതകത്തെ തുടർന്ന് ആ മേഖലയിൽ വലിയ സംഘർഷങ്ങൾ അരങ്ങേറി. അത് വലിയ വാർത്തയാവുകയും വലിയ വിവാദങ്ങളാവുകയും ചെയ്ത വലിയ സംഘർഷങ്ങൾ നാദാപുരം മേഖലയിൽ നടന്നിരുന്നു. നേരത്തെ ബിനുവിൻ്റെ കൊലപാതകത്തിന് ശേഷം നാദാപുരം മേഖല കണ്ട മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ഷിബിൻ്റേത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയെന്നോണം വലിയ സംഘർഷങ്ങൾ ആ മേഖലയിൽ അരങ്ങേറിയിരുന്നു. കുറ്റ്യാടി CI ദിനേഷ് കോറോത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. 66 സാക്ഷിമൊഴികളും അതുപോലെ തന്നെ 151 രേഖകളും 55
തൊണ്ടി മുതലുകളുമാണ് ഈ കേസിന് ആസ്പദമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതുപോലെ തന്നെ കോടതി പരിശോധിച്ചത് അക്രമത്തിന് ഉപയോഗിച്ച മാരകായുധങ്ങൾ, അതുപോലെ തന്നെ അക്രമ സമയത്ത് ധരിച്ച രക്തം പുരണ്ട വസ്ത്രം, അക്രമത്തിനും തുറന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനങ്ങൾ എന്നിവ പ്രോസിക്യൂഷൻ തെളിവായി കോടതിയെ ബോധിപ്പിച്ചിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് ആയിരുന്നു. സംഭവം നടന്ന് 84 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതുപോലെ തന്നെ 2016 അതായത് ഈ വർഷം മാർച്ച് 3-നാണ് വിചാരണ ആരംഭിച്ചത്. വിചാരണ ജൂൺ 6-ന് അവസാനിക്കുകയും ചെയ്തു. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുന്നത്. മനു, തീർച്ചയായിട്ടും കൂട്ടൻ അതുതന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്ര രാഷ്ട്രീയപരമായ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ സ്ഥലമായിരുന്നു തുണേരി എന്ന് പറയുന്നത്. അവിടെ വർഗീയവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ ലീഗ് ക്രിമിനലുകൾ ഈ CPIM പ്രവർത്തകനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് കൃത്യമായ രീതിയിൽ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ കേസ് വാദിച്ചതും. അതിന് ശാസ്ത്രീയപരമായ തെളിവുകൾ, ഗൂഢാലോചന അടക്കം തെളിയിക്കുന്ന ഫോൺ കോൾ രേഖകൾ അടക്കമുള്ള ശാസ്ത്രീയപരമായ തെളിവുകളും ഹാജരാക്കുകയുണ്ടായി. തീർച്ചയായും പ്രോസിക്യൂഷൻ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ കേസ് രാഷ്ട്രീയപരവും അതുപോലെ തന്നെ വർഗീയപരവുമായ കാരണങ്ങളാൽ എന്നുള്ളതാണ്. അത് തീർത്തും അടിവരയിട്ടുകൊണ്ട് നമ്മൾ വായിക്കേണ്ടതാണ്. കാരണം നാദാപുരം മേഖലയിൽ ഇത്തരം സംഘർഷങ്ങൾ ചില ഘട്ടങ്ങളിലെങ്കിലും വർഗീയപരമായി പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈ കേസിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷിബിനെ കൊലപ്പെടുത്തുക മാത്രമല്ല ബാക്കി 6 പേർക്ക് ഈ പ്രദേശത്തുണ്ടായിരുന്ന തൂണേരി, ബെള്ളൂർ പ്രദേശങ്ങളിലുണ്ടായ 6 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനെ സംഘർഷം എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നതായിരുന്നു. ഇത് ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകർ തെയ്യമ്പാടി ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം എത്തി CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതേസമയത്ത് തന്നെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, പരിക്കേറ്റതിൽ CPIM പ്രവർത്തകർ മാത്രമല്ല ഷിബിനെ കൂടാതെ ഷിബിൻ കൊല്ലപ്പെടുകയും മറ്റ് 6 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരാൾക്ക് ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു സാധാരണക്കാരനാണ് പരിക്കേറ്റത്. മറ്റ് 3 DYFI പ്രവർത്തകർ, 2 കോൺഗ്രസ് പ്രവർത്തകർക്കും ഈ സംഭവത്തിൽ, ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവുകളും വാദങ്ങളും നിരത്തിയിരിക്കുന്നത്. ഏതായാലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും കൂടെ ഒരുപക്ഷെ സമീപകാലത്ത് പോലീസ് കൃത്യമായ രീതിയിൽ പോയ കേസുകളിൽ ഒന്നുകൂടി ആയിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ആയുധങ്ങളും ഒപ്പം തന്നെ ഈ പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അടക്കം കൃത്യമായ രീതിയിൽ തെളിവുകൾ പ്രോസിക്യൂഷന് അനുകൂലമായി നൽകാൻ ഇവിടെ പോലീസിനാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായും മനു, അത്തരത്തിൽ അന്വേഷണം കൃത്യമായി നടന്നുവെങ്കിലും പല ഘട്ടങ്ങളിലും പ്രതികളെ സഹായിക്കുന്ന ഒരു നിലപാട് അന്വേഷണ സംഘത്തിൻ്റെയും അതുപോലെ പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. കാരണം ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട തെയ്യമ്പാടി ഇസ്മായിലും സഹോദരൻ മുനീർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്താശ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തിരുന്നു. അത് പ്രത്യേക പ്രോസിക്യൂട്ടർ നിയമിക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത്. അതിൻ്റെ ഭാഗമായി ഇത്രയും പ്രമാദമായ കേസിൽ പ്രതികളായ ഈ പ്രതികളെല്ലാം തന്നെ തെയ്യമ്പാടി ഇസ്മായിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങി നാട്ടിൽ സ്വൈരവിഹാരം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ പിന്നീട് അത് വിവാദമായതിനെ തുടർന്ന് അതിൻ്റെ മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം അവർ വീണ്ടും ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ജയിലിൽ അടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. 3 പേർ, തെയ്യമ്പാടി ഇസ്മായിലും സഹോദരൻ മുനീറും മറ്റൊരു പ്രതിയായ ഈ 2 പേർ ഉൾപ്പെടെ 3 പേർ ഇപ്പോഴും ജാമ്യം റദ്ദാക്കി ജയിലിൽ തന്നെയാണ്. ബാക്കിയുള്ള പ്രതികൾ ജാമ്യത്തിൽ നാട്ടിലാണുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത്, ഈ പ്രതികൾക്ക് പുറമെ ഈ കേസിനകത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതി കൂടിയുണ്ട്. ആ ഒരു കുട്ടി ഉൾപ്പെടെയാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ കൊലപാതക സംഘത്തിൽ ആ കുട്ടിയും ഉണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ കൂട്ടനിലേക്ക് വരാം. നമുക്ക് വിധി പറയുന്ന സമയത്ത്, ശിക്ഷാവിധി വരുന്ന സമയത്ത് കൂടുതൽ വാർത്തകളിലേക്കും വിവരങ്ങളിലേക്കും എത്താൻ കൂടുതൽ വാർത്തകൾ ശേഖരിക്കുക. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം. മുൻസിഫ് കോടതി പരിസരത്ത് കണ്ടുകെട്ടിയിരുന്ന ജീപ്പിനുള്ളിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. ഒരാൾക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത്? ഈ സംഭവം എന്താണ്? മനു, ഇത് വളരെ ദുരൂഹമായ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കോടതി മുഴുവനും പ്രവർത്തനം ആരംഭിക്കാനിരിക്കെ കളക്ടറേറ്റിന്റെ നടുമുറ്റത്തായി ഈ പഴയകാല ഒരു ജീപ്പ്, തൊഴിൽ വകുപ്പിന്റെ ഒരു ജീപ്പ് കണ്ടം ചെയ്യാനായി ഉപയോഗശൂന്യമായ നിലയിലുണ്ടായിരുന്നു. ആ ജീപ്പിന്റെ അടിയിൽ നിന്നാണ് സ്ഫോടനമുണ്ടായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്.
ഇത് 25-30 മീറ്ററോളം മാറി നിന്നിരുന്ന കുണ്ട്ര മുളവന സ്വദേശി നീരാവിൽ സാബു എന്ന 61 വയസ്സുള്ള വൃദ്ധന് മൂക്കിന് ഇതിൽ നിന്ന് ഈ സ്ഫോടനത്തിന്റെ ചീടുകൾ തെറിച്ചു വീണ് പരിക്കേറ്റിട്ടുണ്ട്. സാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ കൃത്യം ഒരു അരമണിക്കൂർ മുമ്പായിരുന്നു സംഭവം നടന്നത്. ആ സമയത്ത് മറ്റു കൂടുതൽ പേർ ഇല്ലാതിരുന്നത് ഈ കാഷ്വാലിറ്റി കുറയാൻ ഇടയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പൊ ബോംബ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സും മുഴുവനും എത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് എക്സ്പ്ലോസീവ്സിന്റെ വിദഗ്ധരെത്തി ഏത് തരമുള്ള എന്താണ് സ്ഫോടന കാരണം എന്നുള്ള ഒരു അന്വേഷണം നടത്താനാണ് തീരുമാനം. എന്തായാലും ഈ സ്ഫോടനം നടന്ന ഉടൻ പരിസരമാകെ വെടിമരുന്നിന്റെ ഗന്ധം പരന്നതായും പറയുന്നുണ്ട്. രാജ്കുമാർ, അതായത് ഈ കളക്ടറേറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനും ഒപ്പം തന്നെ കോടതി നിലനിൽക്കുന്ന കെട്ടിടത്തിനും നടുഭാഗത്താണോ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്? ഇടയിൽ വെച്ചാണോ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും നടുത്തളത്തിൽ തന്നെയാണ്. കളക്ടറേറ്റിന് ചുറ്റിലും നടുക്കുള്ള വിശാലമായ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഭാഗത്താണ് ഒരു ഉപയോഗശൂന്യമായ ജീപ്പ്, തൊഴിൽ വകുപ്പിന്റെ ജീപ്പ് അവിടെ ഉണ്ടായിരുന്നത്. ആ ജീപ്പിന്റെ അടിയിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായതായി പറയപ്പെട്ടിട്ടുണ്ട്. ഇത് പലതരത്തിലുള്ള ഇതിൽ നിന്ന് ചില പേരുകൾ എഴുതിയതും മറ്റതുമായി പലതും ചിന്നിച്ചെതറിയ നിലയിലാണ്. എന്തായാലും പോലീസ് സ്ഥലത്ത് ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തി ആൾക്കാരെ മുഴുവനും മാറ്റുകയും അവിടെ ഫോറൻസിക്കിന്റെയും മറ്റും പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. രാജ്കുമാർ, അതായത് മനഃപൂർവ്വം ഉണ്ടാക്കിയ സ്ഫോടനമാണെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നിരീക്ഷണം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗൗരവതരമാണ്. തീർച്ചയായും ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം? ആന്റണിയുടെ കേസ് കൊല്ലം ജില്ലാ കോടതിയിൽ നടന്നു വരുന്നു. മറ്റേതെങ്കിലും പ്രമാദമായ കേസുകൾ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ജില്ലാ കോടതി പരിസരത്ത് ഇങ്ങനെ ഒരു ഇത് സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ജില്ലാ കളക്ടറേറ്റിന് ഒത്ത നടുവിലായി നിരവധി വാഹനങ്ങളും നിരവധി പേർ എത്തുന്ന സ്ഥലമാണ്. ജില്ലാ ട്രഷറി അവിടെ തന്നെയാണ് ഉള്ളത്. ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറിൽ കുറഞ്ഞത് ഒരു 500 പേരെങ്കിലും അതിലെ വന്നു പോവുകയും അവിടെ ആ പ്രദേശത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഫോടനം ഇത് കരുതിക്കൂട്ടി ചെയ്തതാണോ അതോ മറ്റേതെങ്കിലും പഴയ വസ്തുക്കളിൽ നിന്ന് പൊട്ടിത്തെറിച്ചതാണോ തുടങ്ങിയ പല സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു സൂചനയാണ്. ഇത് മുമ്പ് ജില്ലാ കളക്ടറേറ്റിന്റെ പരിസരത്ത് നിന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. കോടതി പരിസരത്ത് മുഴുവനും നിരീക്ഷണ ക്യാമറകൾ, കോടതിയല്ല കളക്ടറേറ്റിന് ചുറ്റും കളക്ടറേറ്റിന് ഉള്ളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ പരവൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ കളക്ടറേറ്റിൽ എത്ര തവണ എത്തി തുടങ്ങിയത് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ പല ക്യാമറകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് നൽകിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ അന്ന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് നിരീക്ഷണ ക്യാമറയുടെ അതിൽ നിന്ന് ലഭിക്കാവുന്ന സൂചനകളും തെളിവുകളും ഇതിൽ കേസിന് മുന്നിട്ട് നയിക്കാൻ കഴിയുക. എന്തായാലും ഇതെല്ലാം വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച കളക്ടറേറ്റിനകത്ത് ഉണ്ട്. തീർച്ചയായിട്ടും രാജ്കുമാർ, അവിടെ ക്യാമറകൾ മാത്രമല്ല, കളക്ടറേറ്റിലെ സ്വാഭാവികമായും പോലീസിന്റെയും മറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെയും വലിയ കാവലുണ്ടാകേണ്ട ഒരു സ്ഥലമല്ലേ കോടതി അടക്കം സ്ഥിതി ചെയ്യുമ്പോൾ? തീർച്ചയായും 15ഓളം കോടതികളാണ് ഈ ജില്ലാ കളക്ടറേറ്റിന്റെ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഡ്യൂട്ടിയിൽ രണ്ട് വീതമെങ്കിലും പോലീസുകാരുണ്ട്. കൂടാതെ പ്രതികളെ കൊണ്ടുവരുന്ന പോലീസുകാരും ആ പ്രദേശത്ത് തന്നെ ഉണ്ട്. അത് വാർ അസോസിയേഷൻ ഹാളും ഇതിന് സമീപത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതൊരു ഒഴിഞ്ഞ കോണിലാണ്. CJM കോടതിയുടെ തൊട്ടു താഴെയായി നിൽക്കുന്ന ഒരു മരച്ചുവട്ടിലാണ് ഈ ഉപയോഗശൂന്യമായ ജീപ്പ് നിർത്തിയിട്ടിരുന്നത്. ജീപ്പിന്റെ അടിയിൽ നിന്നാണ് സ്ഫോടനമുണ്ടായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 25 മീറ്റർ അകലെ CJM കോടതിയുടെ തൊട്ട് താഴെ മറ്റൊരു കോടതി വരാന്തയിൽ നിന്നിരുന്ന നീരാവിൽ സാബു എന്ന കുണ്ട്ര മുളവന സ്വദേശി നീരാവിൽ സാബു, അദ്ദേഹത്തിന് 61 വയസ്സ്, അദ്ദേഹത്തിന്റെ മൂക്കിലാണ് ഇതിൽ നിന്നുള്ള ചീളുകൾ തെറിച്ചു വീണ് പരിക്കേറ്റിട്ടുള്ളത്. തീർച്ചയായിട്ടും രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം. മുൻസിഫ് കോടതി പരിസരത്ത് കണ്ടുകെട്ടിയിരുന്ന ജീപ്പിനുള്ളിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. ഒരാൾക്ക് പരിക്കേറ്റു. മനഃപൂർവ്വമായി ഉണ്ടാക്കിയ സ്ഫോടനമാണെന്ന് പോലീസ് നിരീക്ഷണം. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 17 ഏക്കർ കൃഷിഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് നരിക്കുനി സ്വദേശി പരീത്. ഫലവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും പുറമെ പൂച്ചെടികളും പരീതിന്റെ തോട്ടത്തിലെ താരങ്ങളാണ്. മണ്ണിന്റെ മണമുള്ള കായ്കനികൾ വിളയിച്ചെടുക്കുന്നത് കോഴിക്കോട് നരിക്കുനി സ്വദേശി പരിയയി എന്ന പരീത് കാക്കയ്ക്ക് പോരാട്ടം കൂടിയാണ്. അതിജീവനത്തിന്റെ മാത്രമല്ല, മണ്ണിൽ കുഴിച്ചിട്ട് പരിപാലിച്ചാൽ ബലം തരാത്ത കായ്കനികളിൽ എന്ന പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന പോരാട്ടം. അങ്ങു മണലാരണ്യത്തിൽ ജീവിതം വേരുപിടിക്കാതെയായപ്പോഴാണ് പച്ചപ്പ് തേടി പരീത് നാട്ടിലെ മണ്ണിലേക്കിറങ്ങിയത്. വീട്ടുമുറ്റത്തെ വിളകളിൽ ജീവിതം പച്ച പിടിച്ചു തുടങ്ങിയപ്പോൾ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി തുടങ്ങി. ഇന്ന് വിവിധ പ്രദേശങ്ങളിലായി 17 ഏക്കറോളം സ്ഥലത്ത് വിളകൾ വിളയിച്ചെടുക്കുന്നുണ്ട് ഈ കർഷകൻ.
തെങ്ങ്, നെല്ല്, റബ്ബർ, കൊക്കോ, കാപ്പി, വാഴ, കപ്പ, കറിവേപ്പില, വിവിധയിനം മാവിൻ തൈകൾ, പപ്പായ, സപ്പോട്ട, റംബൂട്ടാൻ, മാങ്കോസ്റ്റീൻ, അമ്പഴങ്ങ എന്നിങ്ങനെ പട്ടിക 100-ലേറെ ഇനങ്ങളിലേക്ക് നീളും. വായ, പൂള, നെല്ല്, എല്ലാവിധം ഒരുവിധം എല്ലാ സാധനവും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും വന്ന് പഠിക്കാനും ഈ ഇങ്ങനെ ഒരു ഇത് കണ്ട് മനസ്സിലാക്കി അവരെ അയൽവക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ല എല്ലാ രീതിയിലും ഞങ്ങൾ കാണിച്ചും പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഓരോ ചെടീനെ കറ്റും. അപ്പോൾ എന്ത് സാധനവും നമ്മളെ മണ്ണിലുണ്ടാവും എന്നുള്ള തെളിവാണ് ഇത് കാണിക്കുന്നതിൻ്റെ പ്രത്യേകത. വേഗത്തിൽ വിളവെടുക്കാവുന്ന മേന്മയുള്ള തൈകൾ ശേഖരിച്ചു ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് പരീതിൻ്റെ രീതി. തൈകളെല്ലാം സ്വന്തം പോളിഫാമിൽ വിളയിച്ചെടുക്കും. ജൈവവളവും സ്വന്തമായി നിർമ്മിക്കും. ജൈവവളവും തൈകളും വിപണനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയുടെ മികച്ച കർഷകനുള്ള പുരസ്കാരമടക്കം ജൈവകൃഷിക്ക് നിരവധി പുരസ്കാരങ്ങൾ ഈ കർഷകനെ തേടിയെത്തിയിട്ടുണ്ട്. കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് സൗജന്യമായി കൃഷിരീതിയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പരീദ് ക. വിളയിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ കൃഷികളുമുണ്ട് പരീദ് ഖാന്റെ ഈ തോട്ടത്തിൽ. കാലം മറന്നുവെച്ച ചില നാട്ടറിവുകൾ ഓർമ്മിപ്പിക്കുന്ന വിളനിലത്തിൽ നിന്നും ക്യാമറാമാൻ ഫിറോഷിനൊപ്പം വിനിഷ വൃന്ദാവൻ.